റഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരേ കുടുംബത്തിലെ 3 മക്കളുടെ മയ്യത്ത് പെരുന്നാളിന് വളരെ സന്തോഷത്തോടു കൂടി വല്യമ്മയുടെ വീട്ടിൽ വന്ന മക്കളാണ്. സന്തോഷത്തിലിരിക്കെ ആ 3 മക്കൾ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോയതാണ്. 3 മക്കളും ഈ വല്യമ്മയുടെ 3 പെൺമക്കളുടെ മക്കളാണ്. ഈ 3 മക്കളും അതിൽ രണ്ടാമത്തെ മകൻ ബാത്തിഷ് എന്ന് പറയുന്ന കുട്ടി ആ ഉമ്മാക്ക് ഏക മകനായിരുന്നു. 20 വയസ്സ് പ്രായമുള്ള ആ കുട്ടിയും, അതുപോലെ മറ്റൊരു കുട്ടി അവിടെ ഉപ്പ മരണപ്പെട്ടതാണ്. അങ്ങനെ വലിയ പ്രയാസം, വളരെ ദുഃഖകരവും ഒരു നാടിനെ തന്നെ കണ്ണീരിലാക്കിയ ഒരു മരണ വാർത്തയാണ്. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. റിസ്വാൻ എന്ന് പറയുന്ന 20-കാരിയും, അതുപോലെ ബാത്തിഷ് എന്ന് പറയുന്ന 20-കാരനും, അതുപോലെ ജിമാം എന്ന് പറയുന്ന 20-കാരിയും, നമ്മുടെ ഈ ചോരത്തലപ്പ് കൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് തീരെ നീന്തലൊന്നും അറിയാത്ത ആളുകൾ ഒരിക്കൽ പുഴയിൽ ഇറങ്ങരുത്. കാരണം നമുക്കറിയില്ലല്ലോ. കാരണം കുട്ടികൾ വളരെ സന്തോഷത്തിൽ ഒന്ന് കളിക്കാൻ എന്നൊരു സ്വാഭാവികമാണ്. കുട്ടികളൊന്ന് വെള്ളം കാണുമ്പോൾ ഒന്ന് കളിക്കാൻ അവരതൊരു സ്വാഭാവികമാണ്. നാം തീർച്ചയായും ഇത്തരത്തിലുള്ള നമുക്കറിയാത്ത പുഴകളിൽ നാം പെട്ടു ചെന്നാൽ പിന്നെ ആ കുടുംബത്തെ തന്നെ പ്രതീക്ഷയോട് കാത്തു നിൽക്കുന്ന മാതാപിതാക്കൾ പിന്നെ അവരുടെ ജീവിതം മൊത്തം കണ്ണീരിലായി മാറും. ഒറ്റ നിമിഷത്തെ അബദ്ധം മതി എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷം അസ്തമിക്കാൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഈ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും, ഉമ്മയുടെ 3 പെൺകുട്ടികളുടെ മക്കളാണ് ഈ മക്കൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. താങ്ങാൻ പറ്റാത്തൊരു പരീക്ഷണയാണ്. വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഈ കുടുംബം. തീർച്ചയായും എൻ്റെ സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളോട് ഇതിനെക്കുറിച്ച് തീർച്ചയായും പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കണം. പുഴയിലോ അല്ലെങ്കിൽ ചില തോടുകളിലോ ഇറങ്ങി പിന്നെ വലിയ അപകടത്തിലേക്കും കുടുംബം കണ്ണീരിലാകുന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും എത്തിപ്പോകരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പാലക്കാട് മണ്ണാർക്കാടിൽ നടന്ന ഈ ഒരു സംഭവം നമുക്ക് പാഠമാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ, നമ്മുടെ കുടുംബങ്ങളെല്ലാവരും, ഓരോ കുടുംബത്തിൻ്റെ 3 മക്കളുടെ മയ്യത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെ താങ്ങും, ആരെ ആശ്വസിപ്പിക്കും, എങ്ങനെ ആശ്വസിപ്പിക്കും? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.